സ്വാഗതം ശ്രീ പി വി ഹർഷകുമാർ, CATUവിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. ഒരുപക്ഷെ ഈ കേന്ദ്ര ബജറ്റ് വലിയ ആകാംക്ഷയോടുകൂടി നോക്കിയിരിക്കുകയാണ്. മുൻകാലങ്ങളിൽ നിന്ന് ഒരുപക്ഷെ വ്യത്യസ്തമാകാനുള്ള സാധ്യതയാണോ കാണുന്നത് ശ്രീ ഹർഷകുമാർ? കേന്ദ്ര ബഡ്ജറ്റിനെ നമ്മൾ പരിശോധിക്കുമ്പോൾ 1991 വരെ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്ന സാമ്പത്തിക നയത്തിൽ കാതലായ മാറ്റം ഉണ്ടായതെന്ന 91. ആ 91 സാമ്പത്തിക നയത്തിൻ്റെ മാറ്റം വലിയ പ്രതീക്ഷയായിരുന്നു രാജ്യത്തെ ഇടത്തരം മധ്യവർഗക്കാർക്കെല്ലാം. പക്ഷേ അന്ന് തന്നെ അതുവരെ ഉണ്ടായിരുന്ന സാമ്പത്തിക നയം നെഹ്റു തുടങ്ങി വെച്ച മിശ്ര സമ്പദ് വ്യവസ്ഥയെ സോഷ്യലിസത്തിൻ്റെയും ക്യാപിറ്റലിസത്തിൻ്റെയും മികച്ചതെന്ന് അദ്ദേഹം കരുതിയെല്ലാം കൂടെ വെച്ചിട്ട്. എന്നാൽ 91 നരസിംഹറാവുവിൻ്റെ ഗവൺമെൻറ്റിൽ മൻമോഹൻ സിംഗ് ധനകാര്യമന്ത്രിയായി വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് ഇന്ത്യയുടെ എല്ലാ വികസനത്തെയും വരിഞ്ഞ് കെട്ടി നിർത്തി ശ്വാസം വിടാൻ കഴിയാത്ത അവസ്ഥയിലാണ്, അതുകൊണ്ട് ഇത് മാറണം, ഇത് മാറിയില്ലെങ്കിൽ ഇന്ത്യ രക്ഷപ്പെടില്ല. അപ്പോൾ അദ്ദേഹം അതുവരെ ഉണ്ടായിരുന്ന സാമ്പത്തിക നയത്തെ മാറ്റിയിട്ടൊരു പുതിയ സാമ്പത്തിക നയം അദ്ദേഹം പ്രഖ്യാപിച്ചു. അത് ഉദാരവൽക്കരണ സാമ്പത്തിക നയം, നവ ലിബറൽ സാമ്പത്തിക നയം എന്ന് പറയാം. അന്ന് തന്നെ CITU അടക്കമുള്ള സംഘടനകൾ കടുത്ത വിമർശനം ഉയർത്തി. ഗ്രീസ് അതിന് മുമ്പൊരു 10 വർഷം മുമ്പേ ഈ സാമ്പത്തിക നയം തുടങ്ങി വെച്ച് തകർന്ന അനുഭവം ചൂണ്ടിക്കാട്ടിയാണ് പറഞ്ഞത്. അന്ന് CITUവിനെ പലരും പരിഹസിച്ചു, ഇത് മൂക്ക് മുറിച്ച് ശൗരം മുടക്കുന്നവരായവർ, ഇവർ ഏത് കാര്യം നല്ല കാര്യം വന്നാലും എതിർക്കുന്നവരാണ്, അതുകൊണ്ട് ഇവർ പറയുന്നതിനകത്ത് വലിയ കാര്യമില്ലെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ഈ 2025-26 ബഡ്ജറ്റ് ഈ ഫെബ്രുവരി 1 നിർമ്മലാ സീതാരാമൻ നമ്മുടെ പാർലമെൻറ്റിൽ അവതരിപ്പിക്കാൻ പോവുക. അവതരിപ്പിക്കുമ്പോൾ നമ്മൾ ഒരു സ്വകാര്യമായി ഒന്ന് പരിശോധിച്ചാൽ കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റ് അവർ പ്രഖ്യാപിച്ചത്, അവർ പറഞ്ഞത് അമൃതകാലത്തിലേക്ക് ഇന്ത്യയെ കൊണ്ടുപോകുന്ന ബഡ്ജറ്റാണ് നിർമ്മല കഴിഞ്ഞ പ്രാവശ്യം അവതരിപ്പിച്ചത്. ബഹുമാനിയായ കേന്ദ്ര ധനകാര്യമന്ത്രിക്ക് വലിയ പ്രതീക്ഷ. അമൃതകാലത്തിലേക്കുള്ള ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ അമൃതകാലം വലിയ പ്രതീക്ഷയാണ് നമുക്ക് നൽകിയത്. എന്താ അമൃതകാലത്തിലെ ബഡ്ജറ്റ് അവതരിപ്പിച്ച് ഒരു വർഷം പിന്നിടുന്ന ഈ ഫെബ്രുവരി 1 ആകുമ്പോൾ ഒരു വർഷത്തേക്ക് കിടക്കുകയാണ്. ഈ അമൃതകാലത്തെ ഇന്ത്യയുടെ ചിത്രം എന്താണെന്ന് അറിയണമെങ്കിൽ ഐക്യരാഷ്ട്രസഭ ഒരു കണക്കിപ്പോൾ പുറത്തുവിട്ടു. ലോകത്തിലെ ആകെ അതിദരിദ്രരുടെ എണ്ണം 234 ദശലക്ഷമാണ്. അതായത് 234 ദശലക്ഷം എന്ന് പറയുമ്പോൾ ഏതാണ്ട് 23 കോടി മനുഷ്യരാണ്. അതിൽ 129 ദശലക്ഷം ആളുകളും ജീവിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. അതായത് 12 കോടിക്ക് മുകളിൽ ആളുകൾ അതിദരിദ്രർ ജീവിക്കുന്ന ലോകത്തെ അതിദരിദ്രരുടെ എണ്ണം ഉള്ള ഏറ്റവും മുമ്പിലുള്ള 5 രാജ്യങ്ങളിലൊന്ന് ഇന്ത്യയായി. അമൃതകാലത്തേക്ക് പോകാൻ അവർ ഈ ഉദാരവൽക്കരണം പ്രഖ്യാപിച്ച 91 ഉദാരവൽക്കരണത്തിലേക്ക് പോകുന്നതിന് വേണ്ടി അവർ പ്രധാനമായി ഉദാരവൽക്കരണത്തെ അവർ നിർവചിച്ചത് LPG പരിഷ്കാരം എന്നാണ്. LPG എന്ന് പറഞ്ഞാൽ ലിബറലൈസേഷൻ L, പ്രൈവറ്റൈസേഷൻ P, ഗ്ലോബലൈസേഷൻ G. അതായത് ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. ഈ 3 കാര്യങ്ങളിലാണ് ഈ സാമ്പത്തിക നയം ഊന്നുന്നത്. ഈ 3 കാര്യങ്ങളിലേക്ക് പോകുന്നതിന് വേണ്ടി കഴിഞ്ഞ ബഡ്ജറ്റിൽ നിർമ്മലാ സീതാരാമൻ അമൃതകാലത്തേക്ക് ആ 3 LPG പദ്ധതിയിൽ ഊന്നി നിന്നുകൊണ്ട് തന്നെ എങ്ങനെ അമൃതകാലത്തിലേക്ക് പോകാമെന്നുള്ളതിനെ സംബന്ധിച്ച് നിർമ്മലാ സീതാരാമൻ ഒരു സപ്തർഷി എന്ന് പറഞ്ഞൊരു പദ്ധതിയെ പ്രഖ്യാപിച്ചത് അദ്ദേഹത്തിന് ഓർമ്മയിലുണ്ടാവും. സപ്തർഷി എന്താ? സപ്തർഷി ഒന്ന് യുവശക്തിയെ കെട്ടഴിച്ച് വിടുക, യുവജനങ്ങൾക്ക് വലിയ വിദ്യാഭ്യാസ സൗകര്യം കൊടുക്കുക, തൊഴിൽ സൗകര്യം കൊടുക്കുക, ഇതൊക്കെയാണ് സപ്തർഷിയിലെ ഒന്നാമത്തത്. രണ്ടാമത്തെ സപ്തർഷിയിലെ കാര്യം വനിതകളുടെയും അതേപോലെ തന്നെ ഭിന്നശേഷിക്കാരുടെയും ജീവിതത്തെ മെച്ചപ്പെടുത്തിയെടുക്കാനുള്ള ഒരു പദ്ധതി രണ്ടാമത്തത്. സപ്തർഷിയിലെ 2 മൂന്നാമത്തെ സപ്തർഷിയിലെ ദളിതരെ, വനവാസികൾ, മത്സ്യത്തൊഴിലാളി മേഖലയിലുള്ള ആ മേഖലയിലെ ആളുകളെ അവരെയൊക്കെ അവസാന മൈലിലേക്ക് എത്തിക്കുക. അതാണ് അവരുടെ പ്രയോഗം. അവസാന മൈല് ഓടി തീരാറായി, അവസാന മൈലിൽ അവരെ അങ്ങ് എത്തിച്ചാൽ മതി, എല്ലാവരും രക്ഷപ്പെടും. 4-മത്തത് മൂലധന ചെലവ് 10 ലക്ഷം കോടി നമ്മുടെ മൂലധനത്തിലേക്ക് ചെലവ് ചെയ്തിട്ട് രാജ്യത്തെ മനുഷ്യൻ്റെ കയ്യിൽ വലിയ തോതിൽ സമ്പത്തുണ്ടാക്കി കൊടുക്കുക.
വലിയ വരുമാനമുണ്ട്. അടിസ്ഥാന സൗകര്യ മേഖലയിൽ വലിയ വികസന പദ്ധതികൾ കൊണ്ടുവരിക. അഞ്ചാമത്തത് എല്ലാ രംഗത്തും നവീകരണം, അതേപോലെ തന്നെ സംരംഭകത്വം, സാധ്യതകളെ അഴിച്ചുവിടുക എന്നുള്ളതായിരുന്നു അടുത്ത പദ്ധതി അവരുടെ പ്രഖ്യാപനത്തിൽ. അഞ്ചാമത്തത്. മറ്റൊന്ന് ആറാമത്തത് സുസ്ഥിര വികസനം, പുനരുപയോഗ ഊർജം എന്ന് വെച്ചാൽ നമ്മുടെ പരമ്പരാഗത ഊർജ സ്രോതസ്സുകളിൽ നിന്ന് മാറി കാറ്റ്, അതേപോലെ തന്നെ തിരമാലകൾ, സൂര്യപ്രകാശം, ഇതിൽ നിന്നൊക്കെ ഊർജത്തെ സംഭരിച്ച് പ്രകൃതിദത്തമായ ഒരു ഊർജ ഉപഭോഗം കൊണ്ടുവരികയും അതിലൂടെ വലിയ വരുമാനം, ചെലവ് കുറഞ്ഞ ഉപയോഗങ്ങളിലൂടെ വലിയ വരുമാന ലാഭം ഉണ്ടാക്കുന്ന അതേപോലെ തന്നെ സുസ്ഥിരമായ വികസന പദ്ധതി കൊണ്ടുവരിക. ഇതാണ് ആറാമത്തത്. ഏഴാമത്തത് സാമ്പത്തിക ശാക്തീകരണവും സർക്കാർ നിയന്ത്രണങ്ങളുടെ പിൻവാങ്ങലുമാണ്. എല്ലാ രംഗത്തും സർക്കാർ പതുക്കെ പിന്മാറി ജനങ്ങളുടെ, പ്രത്യേകിച്ച് അവരുദ്ദേശിച്ച ജനങ്ങളെന്ന് പറഞ്ഞാൽ വലിയ കോർപ്പറേറ്റുകളാണ്. ഞാനിപ്പോൾ പറയുന്നു, ഈ അമൃതകാല പദ്ധതി പ്രഖ്യാപിച്ചതിൻ്റെ തൊട്ടുപുറകിലാണ് ഐക്യരാഷ്ട്രസഭയുടെ ഈ കണക്ക് പുറത്തു വന്നിരിക്കുന്നത്. എന്ത് മാന്ത്രിക വിദ്യയാണ് നിർമ്മലാ സീതാരാമൻ ഈ അമൃതകാലത്തിലേക്ക് കൊണ്ടുപോകാൻ ഇപ്പം നമ്മുടെ ഈ ബഡ്ജറ്റിൽ കൂടെ കൊണ്ടുവരാൻ കഴിയുന്നത്? നമ്മുടെ രാജ്യത്തെ സമ്പത്തിൻ്റെ 70% കൈയാളുന്നത് ഈ രാജ്യത്തെ 10% ആളുകളാണ്. ഓക്സ്ഫാം ഇൻ്റർനാഷണലിൻ്റെ കണക്ക് നമുക്കൊക്കെ നാട്ടിലെല്ലാം പ്രസിദ്ധമാണ്. അതിൽ തന്നെ 1% കയ്യിലാണ് 56% രാജ്യത്തിൻ്റെ സമ്പത്തും കൈവരിക്കുന്നത്. ഈ ആകെയുള്ള ഇതിനകത്തിൽ 56% 1% ആളുകളുണ്ട്. ഇപ്പം തന്നെ ഉദാഹരണം, അംബാനി, അദാനി തുടങ്ങിയ ആളുകളുടെ സമ്പത്തിലുള്ള വർധനമുണ്ടാകുകയും ഇത് പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലാകാതിരിക്കുന്ന ഒരു സാധ്യത നമ്മുടെ നാട്ടിലുണ്ട്. എന്ന് വെച്ചാൽ അവർ മാത്രമല്ല വലുതായത്, ഇതിനിടയ്ക്ക് ഒരു മധ്യവർഗം വല്ലാതെ രാജ്യത്ത് പൊങ്ങി വന്നു. ഈ മധ്യവർഗത്തിന് താഴെ കുറേ ആളുകൾ കിടക്കുന്നതിനെപ്പറ്റി ആരും പരിഗണിക്കുന്നില്ല. ഈ മധ്യവർഗം ഇപ്പം എന്താ, നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ നമ്മളൊന്ന് പരിശോധിച്ചാൽ അമ്പലങ്ങളിലെ ഉത്സവത്തിന് സ്പോൺസർ ചെയ്യുന്നവരാണ്, പള്ളികളുടെ പെരുന്നാൾ സ്പോൺസർ ചെയ്യുന്നവരാണ്, നാട്ടിലെ എല്ലാ പരിപാടികളിലും അങ്ങനെ ഒരു മധ്യവർഗം കൂടി വന്നപ്പോൾ അത് നമ്മുടെ രാജ്യത്തെ ജാതി ശ്രേണിയെ അതിലംഘിച്ചാണ് ഇത് വന്നിരിക്കുന്നത്. യഥാർത്ഥത്തിൽ രാജ്യത്തെ പണ്ട് സമ്പത്തുണ്ടായിരുന്നൊരു വലിയ വിഭാഗം ആളുകൾ അതിദരിദ്രരായി പതുക്കെ മാറിക്കൊണ്ടിരിക്കുന്നത് ആരും കാണുന്നില്ല. ഞാൻ സൂചിപ്പിച്ചത് രാജ്യത്തെ ചെറുപ്പക്കാരുടെ തൊഴിലില്ലായ്മയെ പരിഗണിക്കാൻ ഈ ബഡ്ജറ്റിൽ യാതൊരു എൻ്റെ സാറിൻ്റെയൊക്കെ ഓർമ്മയിലൊരു കാര്യം കാണും. നമ്മുടെ നാട്ടിൽ പട്ടാളത്തിൽ ജോലി ഒരുമാതിരി വീട്ടിലെ ചെറുപ്പക്കാർക്കൊക്കെ 10ാം ക്ലാസ്സിലൊക്കെ ഒന്ന് ഉഴപ്പിയാൽ രക്ഷകർത്താക്കളുടെ ഒരു പ്രതീക്ഷ അവനെ പട്ടാളത്തിൽ ചേർക്കാം. എങ്ങനെയൊക്കെ അതിന് മാർഗ്ഗങ്ങൾ നമ്മുടെ നാട്ടുപുറങ്ങളിൽ ഏജൻറ്റുമാരൊക്കെ ഉണ്ടായിരുന്നു. എങ്ങനെയൊക്കെ ഇച്ചിരി കാശും മുടക്കലും കിട്ടും. നമ്മുടെ നാട്ടിൽ ചെറുപ്പക്കാർക്ക് പട്ടാളത്തിൽ ജോലി കിട്ടിയിട്ട് എത്ര നാളായി? പരിശോധിക്കുന്നുണ്ടോ ആരെങ്കിലും? ഏതാണ്ട് 2017 ഡിസംബറിന് ശേഷം ഇന്ത്യൻ പട്ടാളത്തിലെ ജോലി പോലും കരാറാക്കി 4 വർഷത്തെ കരാർ പണിയാക്കി. അഗ്നിപഥ്, അഗ്നിവീറുകളെ ഉള്ളിപ്പം സ്ഥിര ജോലി താഴേക്കടയിലെ പട്ടാളത്തിലില്ല. റെയിൽവേ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം, ലോകത്തെ ഏറ്റവും അധികം തൊഴിൽ കൊടുത്തിരുന്ന സ്ഥാപനം, ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് ചില പ്രധാന മേഖലകളിൽ ഇല്ലാതായി. ഇപ്പോൾ തൊഴിലില്ല. കൃഷിക്കാരുടെ ജീവിതം ഇന്ത്യയിൽ ഒന്ന് വളത്തിൻ്റെ വില, കൂലിച്ചെലവ്, അതേപോലെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഉൽപ്പാദന ചെലവിൻ്റെ പകുതി പോലും കിട്ടാതെ വില കിട്ടാതെ വരുന്നതിൻ്റെയും, അതുകൂടാതെ ഈ വന്യമൃഗങ്ങൾ വലിയ തോതിൽ ഇറങ്ങി ഇന്ത്യ മുഴുവനൊരു പ്രതിഭാസമാണ്. ഈ നമ്മുടെ കാർഷിക മേഖല നശിപ്പിക്കുന്നതിനെ പ്രതിരോധിക്കാനൊരു മാർഗ്ഗമില്ലാത്തതുകൊണ്ട് കാർഷിക മേഖലയിൽ കൃഷിക്കാർ പൊരിയുക. അവർ കൃഷി ഉപേക്ഷിച്ചപ്പോൾ ആ മേഖലയിൽ ലക്ഷക്കണക്കിന് ഏതാണ്ട് ഒരു 10-30 കോടിയോളം വരുന്ന കാർഷിക തൊഴിലാളികളുടെ രാജ്യമായി രാജ്യം. അവരുടെ പണിയില്ലാതായി. അവരെവിടേക്ക് പോയി? അവർ നഗരപ്രദേശങ്ങളിലെ നിർമ്മാണ മേഖലകളിലേക്ക് പോയി. നിർമ്മാണ മേഖലകളിൽ അവരുടെ കുത്തൊഴുക്ക് അങ്ങോട്ട് ചെന്നപ്പോഴത്തെ അവിടെ ഉള്ള തൊഴിലാളിയെക്കാട്ടിൽ ഇരട്ടി, അവർക്ക് ആവശ്യമുള്ളതിൻ്റെ ഇരട്ടി തൊഴിലാളി പുറത്ത് നിൽക്കുമ്പോൾ അവർക്ക് കൂലി കുറച്ച് കൊടുത്ത് അവരെ കൊണ്ട് ജോലി ചെയ്യിക്കാവുന്ന സ്ഥിതിയായി. ഇങ്ങനെ അതിൻ്റെ ഫലമായിട്ട് രാജ്യത്ത് എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ വാങ്ങൽ ശേഷി വലിയ തോതിൽ ഇടിയുന്നു. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ് CII, കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി. രാജ്യത്തെ വലിയ കോടീശ്വരന്മാർ മുതൽ ഉള്ള വ്യവസായികളുടെ സംഘടനയാണ്. അവർ ഈ അടുത്ത സമയത്ത് ഈ ബഡ്ജറ്റ് ഫോക്കസ് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പുറത്തു വന്നു. അതിലവർ പറഞ്ഞെന്താ, നിർമ്മലാ സീതാരാമനോട് അവർ പറഞ്ഞു, ഈ രാജ്യം ഇങ്ങനെ നിലനിൽക്കണമെങ്കിൽ പാവപ്പെട്ടവന് വാങ്ങൽ ശേഷി വർദ്ധിപ്പിക്കണം. ആ വാങ്ങൽ ശേഷി വർദ്ധിപ്പിക്കണമെങ്കിൽ എന്ത് വേണം? നിങ്ങളിപ്പോൾ ഈ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കൂടുതൽ തൊഴിൽ കൊടുക്കണം.
അല്ലെങ്കിൽ ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കണം, കാർഷിക മേഖലയിൽ പണിയുണ്ടാകണം, ഇല്ലെങ്കിൽ ഈ ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളൊക്കെ വിറ്റഴിയാൻ പ്രയാസം, ഞങ്ങൾ കൂടി ദരിദ്രരാകും. ഇതാണ് അവരുടെ അഭിപ്രായം. അപ്പോൾ ഇക്കുറിയും നിർമ്മലാ സീതാരാമൻ്റെ ബജറ്റിൽ പ്രതീക്ഷയില്ല അല്ലേ? എനിക്കും താങ്കൾക്കും അറിയാം എന്ത് മാജിക്കാണ് അവർക്ക് ഇത് പ്രയോഗിക്കാൻ പറ്റുന്നത്, എന്ത് മന്ത്രവാദം കൊണ്ട് ഇതിനെ മറികടക്കാൻ പറ്റും. യാഥാർത്ഥ്യത്തെ പരിഗണിക്കാതെ ഇങ്ങനെ മുമ്പോട്ട് പോയാൽ, എന്നാൽ അടിസ്ഥാനപരമായി യാഥാർത്ഥ്യത്തെ കാണാൻ തയ്യാറാവുകയും പാവപ്പെട്ടവൻ്റെ കയ്യിൽ പണലഭ്യത ഉണ്ടാക്കുന്ന സാഹചര്യം സൃഷ്ടിക്കാത്തിടത്തോളം ഈ അതിസമ്പന്നന്മാരായ ഒരുപറ്റം ആളുകൾ ശക്തിപ്പെടുമെന്നല്ല. പക്ഷേ ആ ശക്തിപ്പെടുന്നതിന് എവിടെയെങ്കിലും ചെറിയൊരു ഇടിയുണ്ടാവും. അതാ ഈ CII ഇപ്പോൾ ആശങ്ക പ്രകടിപ്പിച്ച കാരണം ഞങ്ങൾക്ക് ഈ ഗുണഫലം കിട്ടി ഈ നിങ്ങളുടെ സാമ്പത്തിക നയത്തിൻ്റെ, പക്ഷേ ഞങ്ങൾക്ക് കിട്ടുന്ന ഗുണഫലം കൊണ്ട് ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ വാങ്ങിച്ചില്ലേ നാളെ ഞങ്ങളും ഈ ദാരിദ്ര്യത്തിലേക്ക് പോകുമെന്ന് അവർ പോലും ആശങ്കപ്പെടുന്ന തരത്തിൽ നിൽക്കുമ്പോഴും തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനെ സംബന്ധിച്ച് അടിസ്ഥാനപരമായ ഒരു കാഴ്ചപ്പാടില്ല. കാർഷിക മേഖല കൃഷിക്കാരിപ്പോഴും സമരത്തിലല്ലേ ഇന്ത്യ മൊത്തം. എന്ത് പരിഹാരം അവർക്കുള്ളത്? അതുകൊണ്ട് ഈ ബഡ്ജറ്റിലും അതേപോലെ തന്നെ ആദായ നികുതി, ലോകത്ത് ഏറ്റവും അധികം ആദായ നികുതി കൊടുക്കുന്ന രാജ്യങ്ങളിലൊന്ന് ഇന്ത്യയാണ്. അതേസമയം ഇടത്തരക്കാരനും പാവപ്പെട്ടവനും ആദായ നികുതി കൂടുതൽ കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ രാജ്യത്തെ കോർപ്പറേറ്റുകളുടെ നികുതി ഓരോ വർഷവും കുറച്ച് കൊണ്ടിരുന്നു. അപ്പോൾ ഈ മനുഷ്യൻ്റെ വാങ്ങൽ ശേഷി മെച്ചപ്പെടാതെ ഈ രാജ്യത്തിൻ്റെ സാമ്പത്തിക നില ഒരിക്കലും മെച്ചപ്പെടുത്താൻ അവർക്ക് കഴിയില്ല. ഈ ബഡ്ജറ്റിലും എന്തെങ്കിലും പദ്ധതി അതിനുള്ളതായിട്ട് ഇതുവരെ ഒരു സൂചനകളും പുറത്തു വരുന്നില്ല. ഓക്കെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.